ഹായ് ഫ്രണ്ട്സ്, ആൽഫ്രെഡോ പാസ്ത റെസിപ്പിയാണ് ഇന്ന്. പാസ്ത എപ്പോഴും ചൂടാക്കുന്നതിൻ്റെ മുമ്പേ നമ്മൾ അരി കഴുകുന്ന പോലെ തന്നെ ഒരു 2 പ്രാവശ്യമെങ്കിലും മിനിമം നല്ല വെള്ളത്തിൽ കഴുകിയിട്ട് വേണം ബോയിൽ ചെയ്തിടാൻ. ഇപ്പോൾ ഞാൻ ബോയിൽ ചെയ്യുന്നതിൻ്റെ അകത്ത് കുറച്ച് ഒലിവ് ഓയിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ. സോസ് ഉണ്ടാക്കുന്ന രീതി നോക്കാം. സോസിന് വേണ്ടി കുറച്ച് പാല്, തിളപ്പിച്ചരച്ച പാലാണിത്, കുറച്ച് ഉപ്പ്, കുറച്ച് കോൺഫ്ലവർ ഇവിടെ 1 സ്പൂണാണ് ഞാൻ ഇടുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ മൈദ ഇടുന്നവരുണ്ട്. മൈദ ഇടാം, ഓപ്ഷനിലാണ്. ഞാൻ മൈദ പ്രിഫർ ചെയ്യാറില്ല, ബിക്കോസ് ഓൾറെഡി പാസ്ത മൈദ ആണ്, അതുകൊണ്ട്. പിന്നെ എൻ്റെ കൂടെ ഒരു കുറച്ച് ചില്ലി ഫ്ലേക്സും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറയാനുള്ള ആൽഫ്രെഡോ പാസ്ത റെസിപ്പി അതിൽ വലിയ എരിവ് ഇല്ല, എല്ലാം കുറച്ച് ന്യൂട്രലായിട്ടിരിക്കുന്നതാണ് അതിൻ്റെ ശരിക്കുള്ള രീതി. ഇപ്പോൾ ബോയിൽ ചെയ്ത പാസ്തയിലോട്ടാണ് ഞാൻ ഈ മിക്സ് വെച്ചേക്കുന്നത്. ഞാൻ പിന്നെയും അത് അടുപ്പ് കത്തിച്ചിട്ടുണ്ട്, ബിക്കോസ് അത് ചൂടാവുമ്പോൾ മാത്രമേ ആ കുറുകിയുള്ള കൺസിസ്റ്റൻസി നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് ഞാൻ ഉപയോഗിക്കുന്നത് ഇവിടുത്തെ മിൽക്കി മിസ്റ്റ് ചെഡാർ ചീസാണ്. പാർമെസാൻ ചീസിനേക്കാളും കുറച്ചും കൂടെ ഹെൽത്തി വേർഷനാണ് ചെഡാർ ചീസ്, അതുകൊണ്ട് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ചെഡാർ ചീസാണ്. അപ്പോൾ അത് ഞാൻ 2 തവണയാണ് ഗ്രേറ്റ് ചെയ്യുന്നത്. ഒന്ന് ഇത് ഈ സ്റ്റേജിൽ, ഈ കുറുകിയിട്ടുള്ള ഈ സ്റ്റേജിൽ ഇടാനും, 2 അവസാനം നമ്മൾ പ്ലേറ്റ് ചെയ്യുമ്പോൾ കൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാലും നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയും ഒരു ക്യൂബാണ് ഞാൻ എടുത്തേക്കുന്നത്. ക്യൂബ് മൊത്തം ഞാൻ ഗ്രേറ്റ് ചെയ്തിടുന്നുണ്ട് ഇവിടെ. ഗ്രേറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആക്ച്വലി ഈ ഗ്രേറ്റ് ചെയ്തിട്ടാൽ തീർന്നു. അവസാനം കുറച്ചൊരു ഇറ്റാലിയൻ ഹെർബ്സ് ഇട്ടാൽ മതി. ഞാൻ കാണിച്ചു തരാം. ഞാൻ ചിക്കൻ നഗറ്റ്സും കൂടെ ചെയ്യുന്നുണ്ട്. ഇപ്പം ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ അങ്ങനെ നല്ലതാണ്. ഓൾറെഡി ബേക്ക് ചെയ്തതാണ്. ഇതൊരു തവയിൽ 2 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഇറ്റാലിയൻ ഹെർബ് മിക്സ്. ഇതില്ലാത്തവർക്ക് ബേസിൽ ലീവ്സ് ഉണ്ടെങ്കിൽ, ഫ്രഷ് ബേസിൽ ലീവ്സ് ആണ് ഏറ്റവും നല്ലത്. അപ്പോൾ എനിക്ക് ഫ്രഷ് ബേസിൽ ലീവ്സ് ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഇറ്റാലിയൻ ഹെർബ് മിക്സ് ഉപയോഗിക്കുന്നത്. ഇറ്റാലിയൻ ഹെർബ് മിക്സിനകത്ത് കുറച്ച് വെളുത്തുള്ളിയും പിന്നെ ബേസിൽ ലീവ്സ് ഉണക്കിയതും ഗാർലിക്കുമാണ് അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസ്. അപ്പം ഗാർലിക്ക് ഞാൻ മുന്നേ ഇട്ടിട്ടില്ല, ബിക്കോസ് ഞാൻ ഈ ഇറ്റാലിയൻ ഹെർബ്സ് ഇടുന്നതുകൊണ്ട്. അപ്പം നിങ്ങൾക്ക് ആക്ച്വലി അങ്ങനെ ഇല്ല എങ്കിൽ നിങ്ങൾ കുറച്ച് ഗാർലിക്കും കൂടി ഇട്ടാൽ മതി. അപ്പോൾ അത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഈസി പീസി. താങ്ക് യു.